കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നിരന്തരമായി ചിന്തിച്ചു വരുന്ന ലേഖന ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലേക്കായി എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32 മുതൽ താഴോട്ടുള്ള ഒരു വാക്യങ്ങൾ. ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്തിൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഹുഡാല മനാശബദ പ്രവാചനങ്ങൾ, ഞങ്ങളുടെ വലിയ കരുണയ്ക്കായി സ്തോത്രം. അടിയനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും. നീ ഉപദേശിക്കേണ്ടുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനില്ല. എൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് തുണ നിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. നമ്മുടെ വായിച്ച എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിച്ചു വന്നത്. ഈ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ ഭാഗം വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തിയ ഭക്തന്മാരെ കുറിച്ചാണ്. വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞ ഭക്തന്മാർ. അവിടെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എന്ന വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ജീവിച്ച 3 ഭക്തന്മാർ, വിശ്വാസത്തിനു വേണ്ടി നിലപാടെടുത്ത 3 ഭക്തന്മാർ. ആ വിശ്വാസത്തിൻ്റെ ആഴം, വിശ്വാസത്തിൻ്റെ നിലപാട്, അവരുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും ലഭിക്കുമെന്നതല്ല അവരുടെ വിഷയം. അതിനപ്പുറം ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം, നിലപാടുകളുടെ വിശ്വാസം, അതാണ് ഭക്തന്മാരുടെ മേൽ വ്യാപരിച്ച വിശ്വാസം. അപ്പോൾ ഈ വിശ്വാസം, അവർ വിശ്വാസത്തിൽ കണ്ടത് ക്രിസ്തു വിശ്വാസത്തിൽ അവർക്ക് ലഭിച്ചതിനെയല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൽ നിലപാടുകളുടെ വിശ്വാസം അവരെടുത്തു. രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കാൻ കഴിയും. വിടിവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയെല്ലാം തീരുമാനമാണ് അവരുടെ വിശ്വാസം. ഈ തീച്ചൂളയിൽ നിന്ന് വിടിവിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തെ തള്ളിപ്പറയില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് തീക്കകത്ത് 4-മനായി ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് തീക്കകത്ത് 4-മനായി ഇറങ്ങി വന്നിട്ട് നിലപാടുകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം. അപ്പൊ ഇവിടെ ഈ ബാബേലിലെ ദൈവവിശ്വാസത്തിന്റെ ആഴമുള്ള 3 ഭക്തന്മാരെ കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ ഈ ഭാഗത്തിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവവിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ച 3 ഭക്തന്മാർ, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ലെന്ന് തീരുമാനമെടുത്ത ഭക്തന്മാർ, ആ തീരുമാനത്തിന്റെ മുമ്പിൽ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. അപ്പൊ ഈ നമ്മൾ പറയും മന്ത്രവാദവും ആഭിചാരവും ശാപവും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മിലുള്ള വിശ്വാസം അതിനെ കെടുത്തിക്കളയും. പ്രതിസന്ധികളിൽ നമ്മളെടുക്കുന്ന നിലപാടുകൾ തീയുടെ ബലത്തെ കെടുത്തും, അതിൻ്റെ ബലത്തെ ഇല്ലായ്മ ചെയ്ത് കളയും. അപ്പൊ ഈ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് ദേശാധിപതിമാരെയും ഭണ്ഡാര വിചാരകന്മാരെയും മന്ത്രവാദികളെയും നഗരാധിപന്മാരെയും മറ്റുള്ളവരെല്ലാം വിളിച്ചു വരുത്തി
സംസ്ഥാന പാലകന്മാരെ എല്ലാം വിളിച്ചു വരി പ്രതിഷ്ഠ നടത്തുകയാണ്. അപ്പൊ എല്ലാ അധികാരങ്ങളുടെയും പുറകിൽ ഒരു വ്യാപാരമുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ മേൽ, ഭരണകൂടത്തിൻ്റെ മേൽ, അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. എല്ലാത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. ആ വ്യാപാരത്തെ വീണ് നമസ്കരിക്കണമെന്നാണ് രാജാവ് ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയത്തിൻ്റെ പുറകിൽ ഒരു വ്യാപാരമുണ്ട്, ഭരണകൂടത്തിൻ്റെ പുറകിൽ ഒരു വ്യാപാരമുണ്ട്. ഇരുന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പുറകിലൊരു വ്യാപാരമുണ്ട്. അത് ദൈവത്താൽ ആക്കപ്പെട്ടതാണ്. പക്ഷേ ആ ഭരണകൂടത്തിൻ്റെ മുകളിൽ വ്യാപാരമുണ്ട്. നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തിലുള്ള യൗവനക്കാർ കൊടി പിടിക്കാനും മറ്റു മേഖലകളിലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. അവരറിയാതെ തന്നെ ഒരു വ്യാപാരത്തിൻ്റെ പുറകെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ആത്മീയ സമൂഹത്തിനകത്തും പല യൗവനക്കാരും അറിയാതെ തന്നെ അങ്ങനെയുള്ള വ്യാപാരത്തിൻ്റെ, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ പുറകെ നടക്കുന്നു. അവരറിയാതെ ചില വ്യാപാരങ്ങളുടെ പുറകെ പോകുന്നു. അപ്പോൾ ഈ മേഖലയെ 3 ഭക്തന്മാരുടെ മുമ്പിൽ വരികയാണ്. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പോലെ യൗവനക്കാരായ 3 ഭക്തന്മാരുടെ മേൽ ദൈവത്തിന് വിരുദ്ധമായ ഒരു വ്യാപാരത്തെ വണങ്ങി നമസ്കരിക്കാനുള്ള പ്രലോഭനം അവരുടെ മുമ്പിൽ വരുന്നു. അപ്പോൾ അങ്ങനെ അതിന് ജൈവിളിക്കേണ്ട ഒരു സാഹചര്യം, അതിനെ ഉയർത്തേണ്ട ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ വരികയാണ്. നിർബന്ധമായ ആ വ്യാപാരത്തെ വണങ്ങണമെന്നുള്ള സാഹചര്യം വരുന്നു. ഭരണകൂടത്തിൻ്റെ തിട്ടൂരത്തിന് തലകുനിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പം അങ്ങനെ ഒരു നിർബന്ധം അവരുടെ മേൽ വരികയാണ്. ആ നിർബന്ധത്തിൻ്റെ മേൽ കാഹളവും കുഴലും തമ്പുരവും കിന്നരവും വീണയും നാഗസ്വരവും മുതലായ ഈ സകല വാദ്യങ്ങളും കേൾക്കുമ്പോൾ വീണ് നെബൂഖദ്നേസർ രാജാവിൻ്റെ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. അതാണ് വിഷയം. അപ്പം അങ്ങനെ നമസ്കരിക്കാനുള്ള സാഹചര്യം വരെ അവിടെ രാജാവിൻ്റെ കൽപ്പനയെ ഭയന്ന് താല്പര്യത്തോടെയും താല്പര്യമില്ലാതെയും എല്ലാ വംശവും ഭാഷയിലുമുള്ള ആളുകൾ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നു. അവിടെ നിലപാടെടുക്കുന്ന 3 ഭക്തന്മാർ. അപ്പൊ ഇവരുടെ ഇടയിൽ അന്യാരാധനയുടെ വ്യാപാരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന് തീരുമാനമെടുത്ത 3 സഹോദരങ്ങൾ, 3 ഭക്തന്മാർ. അവിടെ ആ തീരുമാനത്തിന് മുമ്പിൽ രാജാവിന് കോപം വന്നു. രാജാവിൻ്റെ നേരിട്ടുള്ള വെല്ലുവിളിയും ഭീഷണിയും ഒരിക്കൽ കൂടി ഞങ്ങൾക്കാകളന്നു. ഒരിക്കൽ കൂടി തമ്പുരു വിട്ടാം, ഒരിക്കൽ കൂടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ നമസ്കരിച്ചില്ലെങ്കിൽ തീച്ചൂളയ്ക്കകത്തിടും. പക്ഷേ നട്ടലുള്ള ദൈവകൃപയുടെ ആർജവത്വമുള്ള ഈ ഭക്തന്മാർ പറയുന്നു, രാജാവേ, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടാമതൊരു ചർച്ചയുടെ ആവശ്യമില്ല, രണ്ടാമതൊരു തീരുമാനത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളെടുത്ത നിലപാടാണ്. ആ നിലപാടിനകത്ത് ഞങ്ങൾ വെള്ളം ചേർക്കത്തില്ല. ആ നിലപാടിനകത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. രണ്ടാമതിന് കാഹളമൂതേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇതിന് രണ്ടാമതൊരു അഭിപ്രായമില്ല. ഞങ്ങളുടെ അഭിപ്രായം നിലനിൽക്കുന്നൊരു അഭിപ്രായമാണ്, ഉറച്ച അഭിപ്രായമാണ്. അപ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. പക്ഷെ ഞങ്ങളുടെ വിശ്വാസം അതിനകത്തല്ല. ദൈവം തരുന്ന ഏതെങ്കിലും പുറമേ ഉള്ള ദൈവിക വിടുതലിനകത്തല്ല ഞങ്ങൾ വിശ്വാസം ആർജിച്ചിരിക്കുന്നത്. വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കില്ല. ഈ തീക്കകത്ത് കരിഞ്ഞു ചാമ്പലായാൽ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കില്ല. മരണം വഴി മാറ്റപ്പെട്ടാലും രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കില്ല. അതാണ് തീരുമാനം. ആ തീരുമാനത്തിൻ്റെ മേലാണ് തീക്കകത്ത് 4ാമനായി ഒരുവൻ ഇറങ്ങി വരുന്നത്. നമ്മുടെ ദൈവം നിലപാടുകളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവമാണ്, നിലപാടുകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ രാജാവിനെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന തീരുമാനത്തിന്റെ മുകളിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇവിടെ രാജാവിന്റെ മുഖഭാവം മാറി കോപമായി പ്രതിസന്ധി, അവരെ തീക്കകത്ത് തള്ളാൻ രാജാവ് തീരുമാനിച്ചു. തീച്ചൂൾ അത്യന്തമായി വർദ്ധിച്ചു. നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. അത്യന്തമായി തീച്ചൂള വർദ്ധിപ്പിച്ചിട്ട് ശദ്രക്കിനെയും മേശക്കിനെയും കൊണ്ടുപോയി തീക്കകത്തിടുമ്പോൾ തീക്കകത്തിടാൻ വേണ്ടി എടുത്തുകൊണ്ടുപോയവർ തീക്കകത്ത് ദഹിച്ചുപോയി. അവരെ തീക്കകത്തിട്ടു. അപ്പം
ശദ്രക്കും മേശമും അബേദ്നെഗോവും ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ കിടക്കുമ്പോൾ രാജാവ് കാണുന്ന കാഴ്ച, തീക്കകത്ത് 3 പേരെ ഇട്ടപ്പോൾ 4-മനായി ഒരുവൻ, കെട്ടപ്പെടാതൊരുവൻ 4-മനായി തീച്ചൂളയ്ക്കകത്തുകൂടെ നടക്കും. അപ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എടുത്ത നിലപാടുകളുടെ മേൽ 4-മനായി തീക്കകത്തിറക്കി വന്നു. തീയേക്കാൾ തേജസ്സുള്ള ദൈവം തീക്കകത്ത് നടക്കുമ്പോൾ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. അപ്പൊ ഈ തേജസ്സുള്ള കർത്താവ് തീയിലൂടെ നടക്കുകയാണ്. തീയുടെ ബലത്തെ കെടുത്തി ഇല്ലായ്മ ചെയ്തു. അപ്പോൾ ഈ തീയുടെ ശക്തി ക്ഷയിച്ചു പോയപ്പോൾ, കർത്താവ് കൂടെയുണ്ടെന്ന് മനസ്സിലായപ്പോൾ, രാജാവിൻ്റെ വിളിയുടെ ടോണ് വരെ മാറി. രാജാവ് പറയുകയാണ്, ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ വിളിച്ച രാജാവിൻ്റെ ടോണിന് തന്നെ മാറി. നമ്മളോടൊപ്പം ദൈവവും ദൈവപ്രവൃത്തികളും ഞങ്ങളിവിടെ നമ്മൾ നിലനിൽക്കുന്നതെന്നറിഞ്ഞാൽ നമ്മളോടുള്ള ആളുകളുടെ സമീപനത്തിൽ തന്നെ മാറ്റം വരും, അവരുടെ ഇടപെടലിൽ തന്നെ മാറ്റം വരും. അപ്പോൾ ഇവിടെ അവരെ വിളിക്കുകയാണ്. ദൈവകൃപയുണ്ടെന്നും ദൈവം കൂടെയുണ്ടെന്നും മനസ്സിലാക്കിയപ്പോൾ രാജാവിൻ്റെ സമീപനത്തിൽ മാറ്റം വന്നു, രാജാവിൻ്റെ വിളിയിൽ മാറ്റം വന്നു, രാജാവിൻ്റെ ഇടപെടലുകൾക്കകത്ത് മാറ്റം വന്നു. അപ്പം അങ്ങോട്ട് ബലത്തോടെ പിടിച്ചുകൊണ്ട് ബന്ധിച്ചുകൊണ്ട് ഇട്ട ഇനി പകരം ഒരാളെ അയക്കാനില്ല. അങ്ങോട്ട് ആളെ അയക്കുന്നതല്ല, പറയുകയാണ് നിങ്ങൾ സ്വയം ഇങ്ങോട്ട് നടന്നു വരാനാണ് രാജാവ് പറയുന്നത്. അങ്ങോട്ട് തീക്കകത്തിട്ടു, തീക്കകത്തിട്ടവർ ദഹിച്ചു പോയി. ഇപ്പോ ഈ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവോടൊപ്പം ദൈവമുണ്ടെന്ന് നിലപാടെടുത്തവൻ്റെ മേൽ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയ രാജാവ് പറയാം, നിങ്ങൾ സ്വയം നടന്ന് പുറത്തു വരാനാണ്. അപ്പം അവർ സ്വയം നടന്ന് പുറത്തു വന്നു. ഈ തീയുടെ നടുവിൽ നടന്ന് നശിച്ചു കാണാനുള്ള ആഗ്രഹമായി തള്ളിയ രാജാവ് അവർ മറ്റാരുടെ സഹായമില്ലാതെ നടന്നു വരുന്നത്, സ്വന്തം കാലിൽ നടന്നു വരുന്നത് കാണുകയാണ്. അപ്പം നശിച്ചു കാണാൻ ആഗ്രഹിച്ച പരിപാടി നടക്കാതിരിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ സ്വയം നടന്ന് തിരിച്ചു വരാൻ. അപ്പൊ അവിടെ ശരീരത്തെ രാജാവ് പരിശോധിച്ചു നോക്കിയപ്പോൾ തലമുടി കരിഞ്ഞില്ല, കാൽച്ചട്ട കേടായില്ല, തീയുടെ മണം പോലും അവരുടെ ശരീരത്തിലില്ല, അവർക്കൊന്നും പറ്റിയില്ല. നമ്മുടെ നാശം പറഞ്ഞ ഒരു ചുക്കും പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഇത് കണ്ടിട്ട് നെബൂഖദ്നേസർ രാജാവ് പറയാണ്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. പ്രതിസന്ധിയിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനല്ല, ദൈവത്തിനു വേണ്ടി നാം നിലപാടെടുക്കുന്നെങ്കിൽ ആ നിലപാടിൻ്റെ മേൽ പൊതുസമൂഹം പറയും, ഇവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. ഇനി ദൈവത്തിനു വേണ്ടി രാജകൽപ്പനയെപ്പോലും മറുത്ത് സ്വന്തം ജീവനെ തള്ളിക്കളഞ്ഞ ഭക്തന്മാരെ വിടിവിച്ച ദൈവം വലിയവനെന്ന് രാജാവിൻ്റെ വായ് കൊണ്ട് പറഞ്ഞു. ഈ വിധത്തിൽ വിടിവിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ ഉലകത്തില്ലായക കൊണ്ട്, ഈ ഭൂമിയിലില്ലായക കൊണ്ട് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, നിലപാടെടുത്ത ഭക്തന്മാരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് രാജാവ് സ്വന്തം നാവ് കൊണ്ട് തുറന്നു പറയത്തക്ക രീതിയിൽ നിലപാടുകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവം, നിലപാടുകളുടെ മേൽ തീയുടെ ബലത്തെ കെടുത്തിയ ദൈവം, നിലപാടുകളുടെ മേൽ സ്ഥാനമാനങ്ങൾ കൊടുത്ത് ബാലന്മാരെ മാനിച്ച ദൈവം, നിലപാടുകളുടെ മേൽ തകർത്തു കളയാൻ പദ്ധതിയിട്ടപ്പോൾ നിലപാടെടുത്തതിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ ആഴമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ, ക്രിസ്തുവിൽ ആഴമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ബഹുമാനം നൽകി, മാന്യത നൽകി, അധികാരം നൽകി, സ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ നൽകി. ഇനി അധികാരത്തിലിരിക്കുന്നവനെ ആളുകൾ ചോദ്യം ചെയ്യുകയില്ല. അധികാരത്തിലിരിക്കുന്നവന് പ്രത്യേക പദവിയുണ്ട്. ആ അധികാരത്തിലിരിക്കുന്നവനെ മാന്യത കൊടുക്കേണ്ടി വരും. മാന്യത കൊടുക്കാൻ ആഗ്രഹിക്കാത്തവർക്കും മാന്യത കൊടുക്കേണ്ടി വരും. ഈ പഴയ നിയമത്തിലൊരു ഭാഗമുണ്ട്, ഈ സ്ഥാനങ്ങളെ മാനിക്കും എന്നത് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ അഭിഷിക്തനെ മേൽ തൊടാൻ ഇടവരരുത്
എന്ന് ദാവീദ് പറയുകയാണ് ശൗലിനെ കുറിച്ച്. അപ്പൊ ദൈവം കൊടുത്ത ഒരു അധികാരത്തിൻ്റെ മേൽ, ഒരു പദവിയുടെ മേൽ, അതിൻ്റെ ആ അധികാരത്തിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ട്. അപ്പൊ ഈ ദൈവത്തിൻ്റെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കരുതെന്ന് ദാവീദിന്റെ തീരുമാനം. അപ്പൊ നമ്മളൊരു അധികാരത്തിലിരിക്കുന്നെങ്കിൽ നമ്മെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കാത്തവന് പോലും ഭാവിയിൽ ബഹുമാനിക്കേണ്ടി വരും. അപ്പൊ വിശ്വാസത്താൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ബാലന്മാർ മരണത്തിൽ നിന്ന് മാന്യതയിലേക്ക് നടത്തപ്പെട്ടു, മരണത്തിൽ നിന്ന് അധികാരത്തിലേക്ക് നടത്തപ്പെട്ടു, മരണത്തിൽ നിന്ന് ബഹുമാനത്തിലേക്ക് നടത്തപ്പെട്ടു, മരണത്തിൽ നിന്ന് അവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് പൊതുസമൂഹം. അതുകൊണ്ട് രാജാവ് പറയുകയാണ്, ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയാത്തൊരു ദൈവം ഈ ഉലകത്തിലില്ലാത്തത് കൊണ്ട് ഈ രാജ്യത്തിൽ ഇനി ആരും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും ദൈവത്തെ ഒരു വാക്കും പറയാൻ പാടില്ല. ഈ ദൈവത്തിനെതിരായി ഒരു വാക്കും ശബ്ദിക്കരുത്, ശബ്ദിക്കുന്നവനെ കൊന്നുകളയും. അങ്ങനെ പറയിച്ച ഭക്തന്മാരുടെ മേൽ വ്യാപരിച്ച വിശ്വാസത്തിൻ്റെ നിലപാടിൻ്റെ ആഴം, പ്രതിസന്ധികളിലും നമ്മുടെ മേൽ ആ വിശ്വാസത്തിൻ്റെ ആഴം ഉറച്ചു നിൽക്കുമെങ്കിൽ, ആ നിലപാടുകൾ നാം നിൽക്കുമെങ്കിൽ, പ്രതിസന്ധികളിൽ നാം നിലപാടെടുക്കുമെങ്കിൽ, ആ നിലപാട് നമ്മെ കൊണ്ടെത്തിക്കുന്നത് നമ്മെ സ്ഥാനമാനങ്ങളിലേക്കാണ്, നമ്മെ ബഹുമാനങ്ങളിലേക്കാണ്. മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് അത് നിങ്ങളെ മാന്യതയിലേക്ക് നടത്തും, അത് നിങ്ങളെ അധികാരങ്ങളിലേക്ക് നടത്തും, അത് നിങ്ങളെ ദൈവത്താലുള്ള ബഹുമാനങ്ങളിലേക്ക് നടത്തും, ദൈവത്താലുള്ള മാന്യതയിലേക്ക് നടത്തും, ദൈവത്താലുള്ള ദൈവപ്രവൃത്തിയിലേക്ക് നടത്തും. വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്താൻ തീക്കകത്ത് നാലാമനായി ഇറങ്ങി വന്ന ദൈവത്തെ തീക്കകത്ത് ഇറക്കിക്കൊണ്ടുവരാൻ അപ്പോസ്തലൻ ഈ ശദ്രക്കിൻ്റെ മേലും മേശക്കിൻ്റെ മേലും അബേദ്നെഗോവിന്റെ മേലും വ്യാപരിച്ച വിശ്വാസത്തിൻ്റെ ആഴം ദിവസങ്ങളിൽ നമ്മുടെ മേൽ പകരപ്പെടട്ടെ. നമ്മുടെ ദൈവം നിലപാടുകളുടെ ദൈവമാണ്. നിലപാടെടുക്കുന്ന നിങ്ങളെ ദൈവമൊരുക്കിയിരിക്കുന്ന മാന്യതയിലേക്ക് നടത്തും, ദൈവമൊരുക്കിയിരിക്കുന്ന ദൈവീകമായ പദ്ധതികളിലേക്ക് നയിക്കും, ദൈവമൊരുക്കിയിരിക്കുന്ന മാന്യതയിലേക്ക്, അധികാരങ്ങളിലേക്ക്, ബഹുമാനങ്ങളിലേക്ക്, നിലപാടിലൂടെ കയറാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കും. സ്തോത്രം. ദൈവത്താലുള്ള മാന്യതയിലേക്ക്, ദൈവകൃപയിലേക്ക് നടത്തപ്പെടാൻ വിശ്വാസത്തിൻ്റെ ആഴമായ നിലപാടുകളിൽ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ലെന്ന ആഴമായ വിശ്വാസം, ആഴമായ നിലപാട്, വിടുവിച്ചാലും ഇല്ലെങ്കിലും തീക്കകത്ത് ഇല്ലായ്മ ചെയ്ത് പോയാലും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിലപാടുകൾ ഉറച്ചു നിന്ന് മാന്യതയിലേക്ക്, ബഹുമാനങ്ങളിലേക്ക്, അധികാരങ്ങളിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക് ഞങ്ങളുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് ദൈവനാമം ഈ ഭൂമിയിൽ മഹത്വപ്പെടാൻ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം. നിലപാടിൽ ഉറച്ചു നിൽപ്പാൻ സഹായിക്കും. വിശ്വാസത്തിൻ്റെ നിലപാടുകൾ ഞങ്ങളുടെ മേൽ പകരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. ഇത്രത്തോളം ശ്രദ്ധിച്ച എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എന്നിലേക്ക്